ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SAT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 8ാമത്തെ ചാപ്റ്ററാണ് മധ്യകാല ലോകം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഒരു ചെറിയ കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ച് നോക്കാം. അതിനകത്ത് എന്താ പറയുന്നതെന്ന് നോക്കാം. കാലം C 5ാം നൂറ്റാണ്ട്. യൂറോപ്പിലെ ജനങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കിയത്. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഭീതിക്ക് കാരണം. ഇരച്ചു വന്ന ആക്രമണകാരികൾ നഗരങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തു. ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടമുണർത്തിച്ചെങ്കിലും അവരും നിസ്സഹായരായിരുന്നു. അവസാനം രാജാക്കന്മാർ ഒരു വഴി കണ്ടെത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർക്ക് രാജ്യത്തെ ഭൂമി വീതിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ധീരന്മാരും യുദ്ധവീരന്മാരുമായ നിരവധി പ്രഭുക്കൾ ജനങ്ങളുടെ സംരക്ഷകരായി രംഗത്തു വന്നു. പ്രതിഫലമായി ലഭിച്ച ഭൂമി തങ്ങളോട് കൂറു പുലർത്തിയവർക്കും സേവനങ്ങൾ നൽകാൻ തയ്യാറായവർക്കും അവർ വീതിച്ചു നൽകി. ഇങ്ങനെ ഭൂമി ലഭിച്ചവർ അതേ വ്യവസ്ഥയിൽ മറ്റു ചിലർക്ക് ഭൂമി കൈമാറി. ഇത്തരത്തിൽ വിതരണം ചെയ്ത ഭൂമിയിൽ കർഷകരെ കൊണ്ട് പകലന്തിയോളം ജോലി ചെയ്യിച്ചു. അടിമകളുടേതിന് തുല്യമായിരുന്നു കർഷകരുടെ ജീവിതം. C 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്പിന്റെ ചരിത്രത്തെ സംബന്ധിച്ച ചില സൂചനകളാണ് മുകളിൽ വിവരണമായി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടം ലോക ചരിത്രത്തിൽ മധ്യകാലഘട്ടമെന്ന് അറിയപ്പെട്ടു. എങ്ങനെയാണ് നമ്മൾ ഈ വായിച്ച കാലഘട്ടം ഉണ്ടല്ലോ, ഈ കാലഘട്ടം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലോക ചരിത്രത്തിൽ മധ്യകാലം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ ഓൾറെഡി മധ്യകാല ഇന്ത്യയുടെ ചരിത്രം മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മധ്യകാല യൂറോപ്പിന്റെ ചരിത്രം സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടു. ആക്രമണങ്ങളെ ചെറുക്കാൻ രംഗത്ത് വന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി വീതിച്ച് നൽകിയിരുന്നു. നോക്കിക്കേ, ഈ ഡയഗ്രത്തിൽ നിന്ന് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പരിചയപ്പെടാം. രാജാവ്, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ. ഓക്കെ, ഇങ്ങനെയായിരുന്നു മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ. നോക്കിക്കേ, രാജാവ്, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ, ഇവരുടെ സ്ഥാനവും അതോടൊപ്പം അവരുടെ സവിശേഷതയെ പറയുന്നത്. നോക്കിക്കേ, രാജാവ് ഫ്യൂഡൽ സാമൂഹിക ഘടനയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള വ്യക്തിയാണ് രാജാവ്. രാജ്യത്തെ മുഴുവൻ കൃഷിഭൂമിയുടെ ഉടമസ്ഥൻ ആരാണ്? രാജാവാണ്. രാജാവിൽ നിന്നാണ് മറ്റുള്ളവർക്ക് ഭൂമി കിട്ടുന്നത്. നോക്കിയേ, പ്രഭുക്കന്മാർ, രാജാക്കന്മാരിൽ നിന്ന് ഭൂമി ലഭിച്ചവരാണ് പ്രഭുക്കന്മാർ. രാജാക്കന്മാർക്ക് സൈനിക സേവനങ്ങൾ നൽകുന്നത് ആരാണ്? പ്രഭുക്കന്മാരായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർക്ക് നൽകി. അപ്പോൾ ഇവർക്ക് ലഭിച്ച ഭൂമി ഇവര് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇടപ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നുണ്ട്. മാനറുകൾ എന്നറിയപ്പെടുന്ന വിശാല പ്രദേശങ്ങളിൽ ജീവിച്ചു. മാനറുകൾ എന്നറിയപ്പെടുന്ന വിശാല പ്രദേശങ്ങളിൽ ജീവിച്ചു. ഇനി ഇടപ്രഭുക്കന്മാരെ കുറിച്ച് നോക്കാം. പ്രഭുക്കന്മാരിൽ നിന്ന് ഭൂമി ലഭിച്ചവരാണ് ഇടപ്രഭുക്കന്മാർ. പ്രഭുക്കന്മാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നത് ആരാണ്? ഇടപ്രഭുക്കന്മാരാണ്. ഇനി കർഷകരെ കുറിച്ച് നോക്കാം. സാമൂഹിക ക്രമത്തിൽ ഏറ്റവും താഴെയുള്ളവരാണ് കർഷകർ. ഏറ്റവും താഴെത്തട്ടിലുള്ളവരാരാണ്? കർഷകരാണ്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അടിമകളെ പോലെയാണ്. അടിമകളെ പോലെ ജോലി ചെയ്താണ് കർഷകരെ ജീവിച്ചിരുന്നത്. ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കായിരുന്നു? രാജാവിനായിരുന്നു. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും അവകാശം ആർക്കാണ്? ഉടമസ്ഥൻ ആരാണ്? രാജാവാണ്. രാജാവ് ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി. ഇതിന് പകരമായി പ്രഭുക്കന്മാർ എന്ത് ചെയ്തു? രാജാവിന് സൈനിക സേവനം നൽകി. അപ്പോൾ പിന്നെന്താ സംഭവിക്കുന്നത്? ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ആർക്ക് നൽകി? ഇടപ്രഭുക്കന്മാർക്ക് നൽകി. പകരം എന്താ ചെയ്യുന്നത്? അവര് പകരം പ്രഭുക്കന്മാർക്ക് അവരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ രാജാവ് പ്രഭുക്കന്മാർക്ക് ഭൂമി നൽകി. അപ്പോൾ രാജാവിന് ഇവരെന്ത് ചെയ്തു? സേവനം ചെയ്തു, സൈനിക സേവനം നൽകി. അപ്പോൾ ഇടപ്രഭുക്കന്മാർക്ക് ഇവരെന്ത് ചെയ്തു? ഭൂമി കൊടുത്തു. പ്രഭുക്കന്മാർ ഭൂമി കൊടുത്തിട്ട് അവരിൽ നിന്ന് സേവനം ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ മുകളിൽ ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ ആവർത്തിക്കുകയാണ് അടുത്ത സ്റ്റേജിലും. ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹിക വ്യവസ്ഥിതിയെ ഫ്യൂഡലിസം എന്ന് വിളിച്ചു. എങ്ങനെയാണ്? ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയെ ഫ്യൂഡലിസം എന്ന് വിളിച്ചു. ഫ്യൂഡൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ കർഷകരായിരുന്നു. സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗവും
ആരായിരുന്നു? കർഷകരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യാൻ അവർ നിർബന്ധിതരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ എങ്ങനെ അറിയപ്പെട്ടത്? മാനർ. അവര് അവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിന്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉണ്ടായിരുന്നു. നോക്കിക്കേ, ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡ് എന്നാൽ ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. ഇനി നോക്കിക്കേ, നഗരങ്ങൾ, കച്ചവട കൂട്ടായ്മകൾ. ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വിനിയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കാർഷിക ഉപകരണങ്ങളും വിനിമയം ചെയ്തത്. സി 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായി മാറിയത്. അപ്പോൾ സി 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി നഗരങ്ങൾ വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായിട്ട് മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇറ്റലിയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളായും പിന്നെ ഏതാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ. ന്യൂറംബർഗ്, ജർമ്മനി, കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കി എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെയും ചൈനയിലെയും സാധനങ്ങൾ എവിടേക്കാണ് എത്തിയത്? ഈ നഗരങ്ങളിലേക്കാണ് പൊക്കോണ്ടിരുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. നോക്കിക്കേ, മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന നഗരങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഭൂപടത്തിൽ. നമുക്ക് നോക്കാം, മധ്യകാല യൂറോപ്യൻ നഗരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഏത് രാജ്യങ്ങളിലായിരുന്നു? ജനോവ, മിലാൻ, വെനീസ്, ഫ്ലോറൻസ് ഇവ ഇറ്റലിയിലായിരുന്നു. ഇറ്റലിയിൽ. ഇനിയും ന്യൂറംബർഗ് ജർമ്മനിയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ്? തുർക്കിയിലാണ്. ഓക്കെ, ശരി. മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായ ഭരണ സംവിധാനമുണ്ടായിരുന്നു. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നതിനാൽ ഇത്തരം നഗരങ്ങൾ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളുടെ ഭീഷണിയിലായി. യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിന്റെയും കച്ചവടത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചു. കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ എന്നിവരും ഗിൽഡുകൾ രൂപീകരിച്ചു. വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചത് ഗിൽഡുകളിലായിരുന്നു. നോക്കിക്കേ, നമ്മൾ കണ്ടത് തന്നെയാണ് ഗിൽഡുകളുടെ പങ്ക്. ഗിൽഡുകൾ ഇരുമ്പ് പണിക്കാർ, തുകൽ പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, മരപ്പണിക്കാർ. ഗിൽഡുകളുടെ പങ്ക് എന്താണ്? ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കൽ, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിക്കൽ, തൊഴിലാളികളുടെ ജോലി സമയം നിശ്ചയിക്കൽ. പിന്നെന്താ പറയുന്നത്? കച്ചവട, കരകൗശല വ്യവസായ കേന്ദ്രങ്ങൾ പിന്നീട് എന്തായി മാറി? നഗരങ്ങളായി മാറി. നോക്കിക്കേ, കറുത്ത മരണം. ബൊക്കാച്ചിയോ പറയുന്ന കാര്യമാണ്, നമുക്ക് വായിച്ചു നോക്കാം. രാവിലെ ഉറ്റവരോടൊപ്പം പ്രാതൽ കഴിച്ച് രാത്രി പരലോകത്ത് പൂർവികരോടൊപ്പം അത്താഴം കഴിക്കേണ്ടി വന്ന എത്രയെത്ര ധീരരായ പുരുഷന്മാരും സുന്ദരികളായ സ്ത്രീകളും. രോഗബാധിതരായ 10,000 ശുശ്രൂഷിക്കാൻ ആളില്ലാതെ നിരാശ്രരായി മരിച്ചു വീഴുന്നു.
ചിലർ പാതയോരങ്ങളിൽ ജീവൻ വെടിഞ്ഞപ്പോൾ മറ്റു ചിലരാകട്ടെ സ്വന്തം വീടുകളിൽ അന്ത്യശ്വാസം വലിച്ചു. ജീർണിച്ച മൃതശരീരങ്ങളിൽ നിന്ന് വമിച്ച ദുർഗന്ധത്തിൽ നിന്നായിരുന്നു വീടുകളിൽ ആളുകൾ മരിച്ചു കിടക്കുന്ന വിവരം പുറംലോകം അറിഞ്ഞത്. സെമിത്തേരിയിൽ സംസ്കരിക്കാൻ കഴിയാതെ ശവശരീരങ്ങൾ കൂമ്പാരങ്ങളായി കിടന്നു. മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു പ്ലേഗ് എന്ന രോഗം. പ്ലേഗ് ബാധിച്ച ഒരു നഗരത്തിന്റെ ചിത്രമാണ് ബൊക്കാച്ചിയോ നൽകുന്നത്. തുറമുഖ നഗരങ്ങളായിരുന്നു പ്ലേഗിന്റെ ഭീഷണി പ്രധാനമായും നേരിട്ടത്. കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളായിരുന്നു പ്ലേഗ് പരത്തിയത്. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗ് എന്ന് കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെട്ടത്. CE 1300 73 ദശലക്ഷമുണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 45 ദശലക്ഷമായി കുറഞ്ഞു. നോക്കിക്കേ, മധ്യകാല നഗരങ്ങളും കലയുടെ വികാസവും. എങ്ങനെയാണ് കലയൊക്കെ വികസിച്ചു വന്നതെന്ന് നോക്കാം. കച്ചവടത്തിന്റെയും വ്യവസായത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്ന നഗരങ്ങൾ പൊതുവെ സമ്പന്നമായിരുന്നു. സാമ്പത്തിക പുരോഗതി കലയുടെയും വിജ്ഞാനത്തിന്റെയും വളർച്ചയെ സഹായിച്ചു. സമ്പന്നരായ കച്ചവടക്കാരുടെ പ്രോത്സാഹനത്തിൽ ചിത്രകല, പ്രതിമാ നിർമ്മാണം, വാസ്തുവിദ്യ എന്നിവ പുരോഗതി നേടി. ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരം കലയുടെ കേന്ദ്രമായിരുന്നു. ആധുനികതയിലേക്കുള്ള യൂറോപ്പിന്റെ വളർച്ചയിൽ മധ്യകാല നഗരങ്ങളുടെ പങ്ക് സുപ്രധാനമാണ്. വിജ്ഞാനവും കലയും മധ്യകാല യൂറോപ്പിൽ വിജ്ഞാനം, കല എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായി. ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളുമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. സന്യാസി മഠങ്ങളോടനുബന്ധിച്ച് ലൈബ്രറികൾ ഉണ്ടായിരുന്നു. അച്ചടി സമ്പ്രദായം ഇല്ലാതിരുന്ന അക്കാലത്ത് പല പുസ്തകങ്ങളുടെയും കൈയെഴുത്ത് പ്രതികൾ ഉണ്ടാക്കി സന്യാസി മഠങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. ഇവിടെ കൈയെഴുത്തു പ്രതികൾ തയ്യാറാക്കുന്നു. ചിത്രകാരന്റെ ഭാവനയിൽ വരച്ചേക്കുന്ന ഒരു ചിത്രമാണ്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു. വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു അവ. ഇവിടെ സർവകലാശാലകൾ കാണിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ പാവിയ, പാദുവ, സ്പെയിനിലെ പാർവ, കൊർദോവ, ഫ്രാൻസിലെ പാരീസ്, ടുലോസ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്. മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച ക്രിസ്ത്യൻ പള്ളികൾ അക്കാലത്തെ വാസ്തുവിദ്യാരംഗത്തെ നേട്ടങ്ങൾക്ക് ഉദാഹരണമാണ്. കമാനങ്ങളും വിശാലമായ മുറികളും അക്കാലത്ത് നിർമ്മിച്ച പള്ളികളുടെ പ്രത്യേകതകളാണ്. റോമനസ്ക് ശൈലി എന്നാണ് ഈ നിർമ്മാണ രീതി അറിയപ്പെടുന്നത്. ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. CE 12-ാം നൂറ്റാണ്ടോടെ ഗോത്തിക് എന്നറിയപ്പെടുന്ന ഒരു പുതിയ നിർമ്മാണ ശൈലി നിലവിൽ വന്നു. കൂർത്ത ഗോപുരങ്ങൾ ഈ ശൈലിയുടെ സവിശേഷതയാണ്. ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ചില ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണാം അല്ലെ, ചർച്ചൊക്കെ ഇങ്ങനെ. ഓക്കെ. മധ്യകാല ചൈനയും അറബ് ലോകവും. മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെയും കലയുടെയും മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവരാണ് ചൈനക്കാരും അറബികളും. അച്ചടിയന്ത്രം, വെടിമരുന്ന് എന്നിവ ചൈനക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ഇവ ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യർ മനസ്സിലാക്കിയത്. അച്ചടിവിദ്യ വിജ്ഞാനത്തിന്റെ വളർച്ചയെ സഹായിച്ചു. കടൽ യാത്രയിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്ക് നോക്കി യന്ത്രവും ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ്. വാസ്തുവിദ്യാ രംഗത്തും ചൈനക്കാർ വിദഗ്ധരായിരുന്നു. പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ അവരുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ചിത്രമേ. ചൈനീസ് പഗോഡ പ്രാചീന അച്ചടിയന്ത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലായിരുന്നു അറബികളുടെ പ്രധാന സംഭാവന. അൽറാസി, ഇബിൻ സിന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അൽറാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ഇബിൻ സിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. ഒമർ ഖയ്യാം രചിച്ച റുബായിയാത്ത്, ഫിർദൗസിയുടെ ഷാഹ്നാമ എന്നിവ അക്കാലത്തെ പ്രധാന സാഹിത്യ സൃഷ്ടികളാണ്. പ്രശസ്തമായ 1001 രാവുകൾ അറബികളുടെ മറ്റൊരു സാഹിത്യ സംഭാവനയാണ്. പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കുകയും അവരിലൂടെ അത് യൂറോപ്പിലേക്ക് എത്തുകയും ചെയ്തു. ഉദാഹരണത്തിന് 0, ദശാംശ സമ്പ്രദായം തുടങ്ങിയവ. മധ്യകാല വിജ്ഞാനവും നവോത്ഥാനവും. യൂറോപ്പിൽ ആധുനിക കാലത്തിന് തുടക്കം കുറിച്ച പ്രധാന സംഭവമാണ് നവോത്ഥാനം. ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാനം ശാസ്ത്രം, സാഹിത്യം, കല എന്നിങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റങ്ങളുണ്ടാക്കി.
യൂറോപ്പിലുണ്ടായ ഈ മാറ്റങ്ങളുടെ എല്ലാം അടിത്തറ മധ്യകാലഘട്ടത്തിൽ ചൈനക്കാരും അറബികളും ശാസ്ത്ര സാഹിത്യ കലാരംഗത്തുണ്ടാക്കിയ പുരോഗതിയായിരുന്നു. കച്ചവടം വികാസം പ്രാപിച്ചതോടെ ചൈനയുടെയും അറബികളുടെയും നേട്ടങ്ങൾ യൂറോപ്പിലേക്ക് പ്രചരിച്ചു. ഇത് യൂറോപ്പിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിന്റെയും ചൈനയുടെയും അറബ് ലോകത്തിന്റെയും ചില പ്രധാന സവിശേഷതകളാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്തത്. മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തോടെ കച്ചവടം ശക്തിപ്പെടുകയും കച്ചവട ബന്ധത്തിലൂടെ സാംസ്കാരിക വിജ്ഞാന മേഖലകളിലെ പുരോഗതി മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ക്രോഡീകരിച്ച് പറഞ്ഞേക്കുവാണ്. മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഫ്യൂഡൽ സാമൂഹ്യ ശ്രേണിയിലെ ഏറ്റവും മുകൾ തട്ടിൽ ആരാണ്? രാജാവും താഴെ തട്ടിൽ ആരാണ്? കർഷകരുമായിരുന്നു. സി 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി നഗരങ്ങൾ ഉയർന്നു വന്നു. കച്ചവടത്തിന്റെ വളർച്ചയായിരുന്നു നഗരങ്ങളുടെ ആവിർഭാവത്തിന്റെ പ്രധാന കാരണം. മധ്യകാലഘട്ടത്തിന്റെ കച്ചവടക്കാരുടെയും കരകൗശല തൊഴിലാളികളുടെയും കൂട്ടായ്മകളാണ് ഗിൽഡുകൾ. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ നിലവിൽ വന്നു. ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ ലോക സംസ്കാരത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ് ചൈനക്കാരും അറബികളും. അപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.